ബഹുമാനീയരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയുള്ളവർ, അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നിങ്ങളോട് അറിയിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയും ഈ മൈക്കിന്റെ ശബ്ദപരിധിയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക. തിരുവചന പ്രകാരമാണ് പറയുന്നത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുകയും എന്ന്. പ്രിയമുള്ളവരെ, സമാധാനമില്ലാതെ നാം നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോൾ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ അലഞ്ഞു തിരിയുന്ന അനേക സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിലും നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് എന്ന് ദൈവം നമ്മോട് പറയും. ഇപ്പോൾ മനുഷ്യരിൽ ആശ്രയിച്ചെന്നാൽ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ നാം ആശ്രയിക്കുന്നവർക്ക് കഴിഞ്ഞോ എന്ന് വരികയില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ അപ്രകാരമല്ല. നാം ദൈവത്തോട് അപേക്ഷിക്കുന്ന കാര്യം നമുക്ക് ദൈവവുമായി എത്രയടുത്ത ബന്ധമാണ് ഉള്ളത്, അത്രയും വേഗം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം സഫലം എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ ആണ്. ഞാൻ ബൈബിളിലെ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടതല്ല അദ്ദേഹത്തിന്റെ ജീവിതം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായം പഠിക്കുമ്പോൾ ഇറ്റാലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയസ് എന്ന പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അദ്ദേഹം നല്ല ദൈവവിശ്വാസിയായിരുന്നു. ദൈവത്തോട് വളരെ ഭയവും ഭക്തിയും ഉള്ള ഒരു മനുഷ്യൻ. പാവപ്പെട്ട മനുഷ്യർക്ക് നല്ല ദാനധർമ്മങ്ങളൊക്കെ ധാരാളം ചെയ്യുന്ന ഒരു വ്യക്തിയുമായി. മാത്രവുമല്ല, അദ്ദേഹം എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം അദ്ദേഹത്തിന് ചെയ്ത നന്മകളെയൊക്കെയും ദൈവം തന്നതാണ്. അത് ഞാൻ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി അനുഭവിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ വേദനകളിലും പങ്കുചേരുകയും അവരെ ആശ്വസിപ്പിക്കുകയും ദൈവത്തെ പറ്റി അവരോട് പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്ന്. അത്ര ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് കൊർന്നേലിയോസ്. അപ്പൊ കൊർന്നേലിയോസ് ഒരു ദിവസം രാവിലെ 9-ാം മണി നേരത്ത് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ കൊർന്നേലിയോസിന് പ്രത്യക്ഷനായി ഇപ്രകാരം പറയുവാനിടയായി, കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ ദാനധർമ്മങ്ങളൊക്കെയും എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ നീ കടൽപ്പുറത്തുള്ള ശീമോൻ എന്ന് പറയുന്ന ആളിന്റെ കൂടെ താമസിക്കുന്ന പത്രോസിനെ വിളിച്ചുകൊണ്ടുവന്ന് അവന്റെ പ്രസംഗം നീ കേൾക്കണം എന്നായിരുന്നു. അപ്പോൾ ഇത്രയേറെ ദൈവത്തോട് ഭക്തിയും ബഹുമാനവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ എന്തിനാണ് പത്രോസിന്റെ പ്രസംഗം കേൾക്കുന്നത്?
മറ്റ് 11 അപ്പോസ്തലന്മാർ വേറെയുമുണ്ട്. എന്നാൽ ഈ പത്രോസിനെ എന്തായിരിക്കും ഇത്ര പ്രത്യേകത? ഇപ്പോൾ പത്രോസിന് പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ പ്രധാന ശിഷ്യനാണ് പത്രോസ്. തന്നെയുമല്ല, പത്രോസ് ഈ കൊർന്നേലിയോസിന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു ദിവസത്തെ വഴിയാത്ര മാത്രം ദൂരെയാണ് താമസിക്കുന്നത്. അതൊക്കെ ആയിരിക്കും പത്രോസിനെ തന്നെ വിളിച്ചുകൊണ്ടുവന്ന് അവന്റെ പ്രസംഗം കേൾക്കുവാൻ ദൈവത്തിന്റെ ദൂതൻ കൊർന്നേലിയോസിനോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് പോകുകയും ചെയ്തു. എന്നാൽ ഇവിടെ പ്രധാനമായും പറയുവാനുള്ള കാരണം പത്രോസിന് പ്രസംഗിക്കുവാനുള്ളത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. കാരണം യേശുക്രിസ്തുവിനോട് കൂടെ നടക്കുകയും യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെയൊക്കെയും കാണുകയും യേശു അത്ഭുതം പ്രവർത്തിച്ചതൊക്കെയും നേരിട്ട് കാണുകയും ഒക്കെ ചെയ്ത അപ്പോസ്തലനാണ് പത്രോസ്. അപ്പൊ ആ പത്രോസ് കൊർന്നേലിയോസിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിലും നാം വളരെയേറെ വിശ്വസ്തരൊക്കെ ആയിരിക്കും. നാം ഭക്തരുമായിരിക്കും, ദാനധർമ്മം ചെയ്യുന്നവരുമായിരിക്കും. എന്നാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഭക്തി കൊണ്ടോ നമ്മുടെ ദാനധർമ്മം കൊണ്ടോ നമ്മുടെ അവിശ്വാസം കൊണ്ടോ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. കാരണം മാനവരാശിയുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിൽ ഇറങ്ങി വരികയും 33.5 വയസ്സുവരെ ഇവിടെ ജീവിച്ചിരിക്കുകയും അതിനുശേഷം മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി 2 കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവരിയിലെ ക്രൂശിൽ ക്രൂശിക്കപ്പെടുകയും മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോവുകയും ചെയ്തു എന്നുള്ള ചരിത്ര സത്യം നാം അറിഞ്ഞിരിക്കണം. എന്ന് മാത്രമല്ല, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് എന്ന് നാം ഓർക്കുകയും നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും വായിക്കൊണ്ട് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടതെന്നും ഏറ്റുപറയുകയും ചെയ്യുന്ന മനുഷ്യൻ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യനാകുകയുള്ളൂ. ആയതിനാൽ ദൈവം സ്നേഹിച്ചിരുന്ന കൊർന്നേലിയോസിന്റെ ആത്മാവ് നാശത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനുവേണ്ടിയാണ് പത്രോസിനെ വിളിച്ച് പത്രോസിന്റെ പ്രസംഗം കേൾക്കണമെന്ന് കൊർന്നേലിയോസിനോട് പറയുവാൻ ഇടയായിട്ട്. കൊർന്നേലിയോസ് അയച്ച ആളുകൾ പത്രോസിന്റെ അടുത്ത് ചെല്ലുകയും പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ വരികയും അവിടെ അനേക ആയിരങ്ങൾ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസിന്റെ വരവും കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊർന്നേലിയോസ് അനേക ആയിരങ്ങളെ തന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെയും ഹൃദയത്തിൽ നല്ല വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട് നമുക്ക്. എന്നാൽ ദൈവത്തിന് ഉറപ്പ് വരണമെങ്കിൽ നാം ദൈവം ആരെ എന്ന് അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തെ നാം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു മാത്രമാണ് ക്രൂശിക്കപ്പെട്ടത് എന്നുള്ള യാഥാർത്ഥ്യം തിരുവെഴുത്തുകളിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. അതിന് നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോൾ എത്ര കാലം ജീവിച്ചിരിക്കും എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാത്തത് ഓരോ മനുഷ്യന്റെയും അവസ്ഥയാണ്. എന്നാൽ നമ്മൾ
ദൈവത്തിൽ വിശ്വസിക്കുകയും നമുക്ക് വേണ്ടി ജീവനെ ദാനമായി തന്ന ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം അനേകായിരം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ പലപ്പോഴും കഴിയാതെ പരാജയപ്പെട്ട ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ലാത്തവരായി നാം തളർന്ന് ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്. അവിടെയൊക്കെയും പ്രിയമുള്ളവരെ, നമ്മളുടെ ഹൃദയത്തിൽ ദൈവം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നാം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിനെയൊക്കെയും അതിജീവിക്കുവാനും നമ്മുടെ ജീവിതം സമാധാനവും നല്ല ശക്തിയോടും കൂടെ മുൻപോട്ട് നമുക്ക് നയിക്കുവാനും കഴിയും എന്നുള്ളത് യഥാർത്ഥ്യം തന്നെയാണ്. കാരണം ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമാണ്. ആയതിനാൽ ദൈവത്തെ നാം എന്നും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്രകാരമായിരിക്കണം നമ്മുടെ ജീവിതം. ദൈവവുമായി നമുക്ക് വലിയ ബന്ധമുണ്ടെങ്കിൽ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. കാരണം ഒരു തെറ്റും ചെയ്യുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിന്റെ ഇഷ്ടം എപ്പോഴും ചെയ്യുവാനുള്ള പ്രേരണ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെ ദൈവം നമ്മെ എപ്പോഴും തലമുറയോളം പരിപാലിക്കുകയും ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് എന്നുമെന്നും അനുഭവിക്കുവാനും കഴിയും. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന സമാധാനം അതൊരിക്കലും നിലച്ചു പോകുകയില്ല. അതെന്നേക്കും നിലനിൽക്കുക തന്നെ ചെയ്യും. ദൈവം തരുന്ന ദൈവത്തിന്റെ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്കും നൽകുവാനും കഴിയും. അതവർക്കും വലിയ ആശ്വാസമായി തീരും. അങ്ങനെ തീരട്ടെ, ആയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഇപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ പിന്നെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.